ഹലോ, ഇന്ന് നമ്മൾ കർക്കിടക സ്പെഷ്യൽ പത്തിലത്തോരൻ ഉണ്ടാക്കാൻ പോവുകയാണേ. അതിനുള്ള ഇലകൾ നമ്മൾ തൊടിയിൽ നിന്ന് തന്നെ പറിക്കുകയാണേ. ആദ്യം തന്നെ ചീരൻ്റെ ഇലയാണ് പറിച്ചെടുക്കുന്നത്. ഇതിൽ മുള്ളൻചീരയും സാദാ ചീരയുണ്ട്. പിന്നെ നമ്മൾ കോവക്കേൻ്റെ ഇലയാണ് കേട്ടോ പറിക്കുന്നത്. നമ്മളെ വീട്ടിൽ തന്നെയുള്ള കോവക്കേൻ്റെ ഇല പറിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ പറിക്കുന്നത് കുമ്പളത്തിൻ്റെ ഇലയാണ്. കുമ്പളത്തിൻ്റെ ഇല നല്ല ഇളയ ഇല തന്നെയാണ് പറിച്ചെടുക്കുന്നത്. അതിനുശേഷം ചേമ്പിൻ്റെ ഇല കേട്ടോ പറിക്കാൻ പോകുന്നത്. രഞ്ജിത്തേട്ടൻ പറിക്കണത് ഇപ്പം ചേമ്പിൻ്റെ ഇലയാണ്. ചെറിയ തൂമ്പല മാത്രമാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളൂ. ഈ ചേമ്പിൻ്റെത് നമ്മൾ ഇവിടെ വാഴ കുഴിച്ചിട്ട കൂട്ടത്തിൽ നട്ടതാണ്. അതിനുശേഷം നമുക്ക് ചേനേൻ്റെ ഇല കേട്ടോ പറിക്കാനുള്ളത്. ഇതിന് മുമ്പ് നമ്മൾ ചേനയിലേൻ്റെ തോരൻ ഉണ്ടാക്കിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. ആരും കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണണേ. അതിനുശേഷം മത്തൻ്റെ ഇലയാണ് കേട്ടോ പറിക്കാനുള്ളത്. ഇവിടെ ഒരു ചെറിയൊരു മത്തൻ്റെ തൈ നട്ടിട്ടുണ്ടായിരുന്നേ. അതുമേലുള്ള ഇളയ ഇലയാണ് കേട്ടോ നമ്മൾ പറിച്ചെടുക്കുന്നത്. മത്തൻ്റെ ഒരു ചെറിയൊരു തൈയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുമെന്നാണ് പറിച്ചത്. അതിനുശേഷം സാമ്പാർ ചീരയാണ് കേട്ടോ അത്. സാമ്പാർ ചീരേൻ്റെ ചെറിയ 2 തണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചട്ടിയിൽ നട്ടിട്ടുള്ളത് പൊന്നാങ്കണ്ണി ചീരയാണ് കേട്ടോ. അതൊന്നും നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കഞ്ഞിത്തൂവയാണ്. ഇത് നമ്മൾ മുളക് നട്ട കൂട്ടത്തിലുണ്ടായതാണ്. അതിൻ്റെ കൂടുതലുള്ളതിനെ കൊണ്ട് അതിൽ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ വീട്ടിൽ തന്നെയുള്ള ചീരാമുളകാണ്. അപ്പോൾ അതും പറിച്ചെടുക്കുകയാണ്. ഇതും തോരന് വേണ്ടിയിട്ടാണ്. തോരലിടാൻ നമ്മൾ ഈ പച്ചമുളകാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ അതിന് ശേഷം ഇത് താളിൻ്റെ ഇലയാണ് കേട്ടോ. നമ്മളിവിടെ പറയുന്നത് വെളിയെന്നൊക്കെയാണ്, വെളീൻ്റെ ഇല എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അത്രയും സാധനങ്ങളാണ് ഉള്ളത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വെച്ച് ഒന്നായിട്ട് വീഡിയോ എടുക്കാൻ പോയിട്ട് ഒന്നായിട്ട് മഴ പെയ്തു പോയേ. അതുകൊണ്ടാണ് കേട്ടോ ഒന്നായിട്ട് ഇതിങ്ങനെ ഇതായി കിടക്കുന്നത്. പിന്നെ നമ്മളത് എല്ലാ ഇലകളും നല്ലോണം പൈപ്പിൽ വെച്ചിട്ട് നല്ലോണം വൃത്തിയായിട്ട് കഴുകിയെടുക്കുകയാണേ. കുറേ പ്രാവശ്യം ഞാൻ വെള്ളത്തിലിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അത് മുറിച്ചെടുക്കുകയാണേ. നല്ല ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ പല തരത്തിലുള്ള ഇലകളതിനെക്കൊണ്ട് നല്ലോണം ചെറുതാക്കി മുറിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മളെ വീട്ടിലും തൊടിയിലൊക്കെ തന്നെയുള്ള ഏത് നല്ല ഇലകളും കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഏത് ഇലകളും നമുക്കിതിന് ആയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ചട്ടിയിൽ മണ്ണിൻ്റെ ചട്ടിയിലാട്ടോ ഉണ്ടാക്കുന്നത്. അതിൽ വെളിച്ചെണ്ണയിൽ കടുക് വറവിട്ടതിന് ശേഷം ഇലകളെല്ലാം മുറിച്ചിട്ടുള്ളത് ചട്ടിയിലേക്ക് ഇടുകയാണ്. അത്യാവശ്യം കുറച്ച് വേവ് ഉണ്ടാവും കേട്ടോ. പല സൈസ് ഇലകളതിനെ കൊണ്ട് നമ്മൾ നല്ലോണം വേവിക്കണേ. അതിന് ശേഷമാണ് കേട്ടോ ഉപ്പ് ഇടുന്നത്. ആദ്യം ചേർത്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് കൂടുതലായി പോവേ. പിന്നെ നമ്മൾ ഈ തേങ്ങ, പച്ചമുളക്, ഉള്ളി, ചെറിയ ഉള്ളി ഒക്കെ കൂടി ഒന്ന് ക്രഷ് ചെയ്തത് ഈ വെന്ത് വരുന്ന ഇതിലേക്ക് ചേർക്കുകയാണ്. കൂടെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നല്ലോണം വേവിച്ചതിന് ശേഷം നമ്മളെ പത്തിലത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം.